നീ എവിടെയായിരുന്നാലും ദൈവം അവിടെയുണ്ട്. 18-ാം സങ്കീർത്തനം 1 മുതൽ 10 വരെ. ധ്യാനത്തിനായിട്ട് 2-ാം വാക്യം. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയവും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത കാരണങ്ങളാലുണ്ടാകുന്ന പലതരം രോഗങ്ങൾ, ഭയം, ഭാവിയെപ്പറ്റിയുള്ള ആകുല ചിന്ത, പാരവശ്യം മുതലാവയാൽ നീറിപ്പുകയുന്ന മനസ്സോടുകൂടി ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്ന നിരവധി നല്ല മനുഷ്യർ ലോകത്തിലുണ്ട്. ചെറുപ്പക്കാരനായ ഒരു നല്ല മനുഷ്യൻ ഒരിക്കൽ ഇങ്ങനെയുള്ള അസ്വാസ്ഥ്യങ്ങൾക്ക് വിധേയനായി കടുത്ത ദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്നു. തന്നെ ഭരിച്ചിരുന്ന ഭയത്തെയും അധൈര്യത്തെയും അതിജീവിക്കാൻ അയാൾ കിണഞ്ഞ് പരിശ്രമിച്ചു. ശരീരത്തിന് ദുസ്സഹമായ വേദന പലപ്പോഴും അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഒരു നവവത്സര പിറവിയുടെ തലേരാത്രിയിൽ അത്യുഗ്രമായ മനക്ലേശവും ശാരീരികമായ അസ്വാസ്ഥ്യവും നിമിത്തം തളർന്ന ആ ചെറുപ്പക്കാരൻ തൻ്റെ അധൈര്യത്തെയും അസ്വസ്ഥതകളെയും ഭീതിയെയും അതിജീവിക്കാൻ ചെയ്തുകൊണ്ടിരുന്ന തീവ്ര യത്നങ്ങളുടെ ഫലശൂന്യതയെപ്പറ്റി ബോധവാനായി. ഒടുവിൽ അയാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, അടിയനിതാ അവിടുത്തെ സന്നിധിയിൽ വന്നിരിക്കുന്നു. ഒന്നുകിൽ എന്നെ ഈ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളുക, അല്ലെങ്കിൽ എനിക്ക് സൗഖ്യം നൽകണം. എനിക്ക് ഇനിയും ഒരു ചൂട് പോലും മുന്നോട്ട് വയ്ക്കാൻ ആവില്ല. അവിടുത്തെ ഇഷ്ടം പോലെ എന്നോട് ചെയ്തു കൊള്ളുക. ഈ പ്രാർത്ഥന പൂർത്തിയാക്കിയപ്പോൾ പൂർണ്ണമായ സമർപ്പണം എന്നൊരു ശബ്ദം കേട്ടതുപോലെ ആ യുവാവിന് തോന്നി. അത് അയാളുടെ ആളത്വത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. വരിഞ്ഞ് മുറുക്കപ്പെട്ടിരുന്ന അതുപോലെയുള്ള തൻ്റെ ശരീരവും മനസ്സും ആത്മാവും പൂർണ്ണമായി അയഞ്ഞതുപോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. അതോടൊപ്പം സ്വർഗീയമായ ഒരു അനുഭൂതി ഉണ്ടായി. നഷ്ടപ്പെട്ട ആരോഗ്യം അചിരേണ അയാൾ വീണ്ടെടുത്തു. ഇപ്പോൾ അയാൾക്ക് അധൈര്യമോ വിശപ്പില്ലായ്മയോ മറ്റെന്തെങ്കിലും അസ്വസ്ഥതയോ ഇല്ല. സമർപ്പണം കൂടാതെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ക്രമപ്പെടുത്താനും ഇതുവരെ ശ്രമിച്ചതായിരുന്നു തൻ്റെ അസ്വസ്ഥതകളുടെ അടിസ്ഥാന കാരണമെന്ന് ആ ചെറുപ്പക്കാരനെ ബോധ്യമായി. ദൈവത്തിൻ്റെ മുൻപിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കാതെ സ്വയം നന്നാകാൻ ചെയ്യുന്ന ശ്രമങ്ങൾ നമ്മെ നിത്യ നൈരാശ്യത്തിലും ദുഃഖത്തിലും മാത്രമേ എത്തിക്കൂ. സൂര്യനെ പുറംതിരിഞ്ഞ് നടക്കുന്ന ഒരാളിനെ സൂര്യാസ്തമനത്തിൻ്റെ സൗന്ദര്യം ദർശിക്കാൻ കഴിയുകയില്ല. മാത്രമല്ല, തൻ്റെ നിഴൽ മാത്രമേ അയാൾക്ക് കാണാൻ കഴിയുകയുമുള്ളൂ. സ്വന്തം നിഴലിൽ നോക്കി നടക്കുന്ന ഒരാൾക്ക് തൻ്റെ ഇരുണ്ട രൂപമേ കാണാൻ കഴിയൂ. എന്നാൽ നേരെ തിരിഞ്ഞു നടന്നാൽ നമ്മുടെ ഇരുണ്ട നിഴൽ കാണുകയുമില്ല. നമുക്ക് ജീവനും ആരോഗ്യവും നൽകുന്ന സൂര്യബിംബത്തിൻ്റെ വിശ്വരൂപം ദർശിക്കാൻ കഴിയുകയും അതോടൊപ്പം സൗന്ദര്യ ദർശനത്തിൻ്റെ ഒരു പുതിയ അനുഭൂതി ഉണ്ടാവുകയും ചെയ്യും. ദൈവത്തിൻ്റെ പ്രകാശധാര നിന്നെ വലയം ചെയ്യുന്നു. ദൈവസ്നേഹം നിന്നെ ഉൾക്കൊള്ളുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് കാവലായിരിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി നിന്നെ സംരക്ഷിക്കുന്നു. നീ എവിടെയായിരുന്നാലും ദൈവം അവിടെയുണ്ട് എന്നുള്ളത് നീ മറക്കരുത്. ഓർക്കണമേ, സ്നേഹത്തിൽ നിന്ന് നന്മ വരുന്നു. നന്മയുടെ പരിമളമാണ് ശാന്തശീലം. 1 കൊരിന്ത്യർ ലേഖനം 15:57. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.